നമ്മുടെ ആത്മാവിൽ ഈ ജീവൻ നാം അനുഭവിക്കുന്നു എങ്കിലും നമ്മുടെ മനസ്സ്, നമ്മുടെ ദേഹി അല്ലെ നമ്മുടെ സോൾ, സ്വയം എന്ന് പറയുന്ന ആ ഭാഗമാണ് പലപ്പോഴും ഇത് വലിയൊരു തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. അവന് ദൈവത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ കപ്പാസിറ്റി അവൻ്റെ ഉള്ളിൽ ഉളവായി വരികയാണ്. ഞാൻ ചില ധാരണകൾ എൻ്റെ ഉള്ളിൽ, ചില സങ്കല്പങ്ങളൊക്കെ എൻ്റെ മനസ്സിനകത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ സങ്കല്പങ്ങളും എൻ്റെ വിചാരങ്ങളും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും തന്നെ ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണമെന്നില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പവർഫുൾ റെവലേഷനാണ്. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ അടിസ്ഥാനപരമായ ഒരു വിഷയമാണിത്. ഞാൻ യേശുവിനെ സ്വീകരിച്ചു അല്ലേ, ഇനിയിപ്പോൾ യേശുവിൻ്റെ ജോലിയാണ് എന്നെ സന്തോഷിപ്പിക്കുക, എനിക്ക് സമാധാനം തരിക, എനിക്ക് സന്തോഷം തരിക, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, ഞാൻ യേശുവിനെ സ്വീകരിച്ചല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അടഞ്ഞു കിടക്കുന്ന ഒരു കതവ്, അതിനപ്പുറം കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ വാതിൽ തുറക്കാൻ ഒരു താക്കോല് നമ്മുടെ കയ്യിൽ കിട്ടിയാലും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദി ആർട്ട് ഓഫ് അബൻഡൻറ്റ് ലിവിങ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ ഈ ഒരു നിത്യജീവൻ അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവിതത്തിലേക്ക് എനിക്കാദ്യമായിട്ടുണ്ടായ ചില അനുഭവങ്ങൾ അതൊന്ന് പേഴ്സണലൈസ് ചെയ്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഇനിയും അങ്ങോട്ടുള്ള എപ്പിസോഡുകളിൽ നമ്മൾക്ക് പലപ്പോഴും ഇത്രയും വലിയ ഒരു സാധ്യത കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും അല്ലേ, അവർക്ക് ദൈവമക്കളായി തീരുവാനുള്ള അവകാശമാണ് ദൈവം നൽകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനും അതിനുള്ള സാധ്യതയുണ്ട്. ദൈവം അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻസും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല, വിശ്വസിക്കുക മാത്രം. എന്നാൽ ഈ ഒരു ജീവിതത്തിലേക്ക് അനേകർക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല. സുവിശേഷത്തിൻ്റെ സത്യം അവർക്ക് മറഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവപൈതലായിത്തീർന്നവർക്ക് പോലും എങ്ങനെയാണ് ഈ ഒരു സമൃദ്ധിയായ ജീവിതത്തിൻ്റെ അനുഭവം പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അനേക മേഖലകളിൽ നാം അതിനകത്ത് തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ്. അത് വിവിധ ആംഗിളിൽ നിന്നും ഒരു സാധാരണ മനുഷ്യൻ ഈ ഭൂമിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെ ദൈവവചനപ്രകാരം നമുക്ക് എങ്ങനെ തരണം ചെയ്യുവാൻ കഴിയും, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും വരുന്ന ഓരോ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ ഇൻഫോർമലായിട്ടുള്ള രീതിയിൽ വലിയ എഡിറ്റിംഗ് ഒന്നും ഇതിനകത്ത് കൊടുക്കാതെ ഞങ്ങൾ അങ്ങനെ ഒരു അൺഎഡിറ്റഡ് വേർഷൻ പോലെയാണ് ഇത് നിങ്ങളുടെ മുൻപിൽ വരുന്നത്. നിങ്ങളുടെ റെസ്പോൺസസ് ഞങ്ങൾക്കത് ഏറ്റവും അനുഗ്രഹമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾക്ക് പലപ്പോഴും ഈ ഒരു നിത്യജീവൻ്റെ അല്ലെ സമൃദ്ധിയായ ജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം അത് വേറെ എവിടെയുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മളെ തടസ്സപ്പെടുത്തുന്നത് മറ്റുള്ളവരാണ്, നമ്മുടെ സാഹചര്യങ്ങളാണ്. നമുക്ക് അതിനകത്ത് നമ്മളെല്ലാവരും മിടുക്കുള്ളവരാണല്ലോ. ബ്ലെയിം ഷിഫ്റ്റിംഗ് അല്ലേ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നാരാണ് അതിന് കാരണം, അല്ലെങ്കിൽ ഇന്ന സാഹചര്യമാണ് അതിന് കാരണം എന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് ഉത്തരവാദിത്തം എടുക്കാതെ എസ്കേപ്പ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ബിക്കോസ് വി ഡോണ്ട് വോണ്ട് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കാനുണ്ട്. അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഇന്ന് നമുക്കൊന്ന് ചിന്തിച്ചു പോകണം അല്ലേ. ഈ അർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ് അല്ലേ. പിശാചിനെ പോലും എല്ലാ കാര്യത്തിനും നമ്മൾ പഴി പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ല. ഹീ ഈസ് ഡെഫിനറ്റ്ലി ഗോഡ്സ് എനിമി ആൻഡ് അവർ എനിമി. ദൈവത്തിൻ്റെ ശത്രുവും നമ്മുടെ ശത്രുവുമായി പിശാച് നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ഇരിക്കുമ്പോൾ തന്നെ
നമ്മളൊരു വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ, നമ്മൾ അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് പിശാച് ആ മേഖലയിൽ നമ്മളെ അവിടെ തകർക്കുവാനായിട്ട് കഴിയുന്നത്, അല്ലെ പ്രലോഭനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയുന്നത്. അല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും നാം ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ തന്നെയും യേശുക്രിസ്തുവിനെ പോലെ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു കരുത്താണ് ഈ ഒരു സമൃദ്ധിയായ ജീവനിൽ നമ്മുടെ ഉള്ളിൽ കർത്താവ് നൽകിയിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം, അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക അവിടെ പറയുകയാണ്, ഒരു സാക്ഷ്യമായിട്ട് പറയുകയാണ്. ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. ഞാൻ വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, അല്ലെ, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുന്നു. ഇത്രയും ധൈര്യത്തോടെ, കോൺഫിഡൻസോടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിത്യതയിൽ എനിക്ക് ഈ കിരീടം ലഭിക്കും, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്നൊരു മനുഷ്യന് പറയുവാൻ കഴിയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു അൾട്ടിമേറ്റ് സക്സസ് ആയിട്ട് നമുക്കത് കാണാൻ കഴിയും. അത് യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. ബാഹ്യമായി നാം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ യേശുവിൻ്റെ ജീവിതം ഒരു പരാജയത്തിലാണ് ഈ ഭൂമിയിൽ അവസാനിച്ചത് എന്നാണ് മനുഷ്യർ അതിന് വിധി എഴുതിയത്. കാരണം യഹൂദന്മാരുടെ രാജാവാണ്, താൻ ലോകത്തിൻ്റെ രക്ഷകനാണ്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുവെങ്കിലും മനുഷ്യർ, തൻ്റെ ശിഷ്യന്മാർ പോലും വളരെ സ്പെക്ടാക്കുലറായിട്ടുള്ള ഒരു കാര്യം കർത്താവ് ചെയ്യും എന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്തത്. അന്നുള്ള സാമ്രാജ്യങ്ങളെയൊക്കെ തകർത്തു മാറ്റി താൻ ഒരു സിംഹാസനത്തിൻ്റെ മേലിരിക്കും, താൻ യഹൂദന്മാരുടെ രാജാവായി തീരും എന്നാണ് മെശിഹായെക്കുറിച്ച് അവർ ചിന്തിച്ചത്. പക്ഷേ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം മാനുഷിക കണ്ണുകളും കൊണ്ട് നോക്കുമ്പോൾ ക്രൂശിൽ നിസ്സഹായനായി താൻ മരിക്കുകയാണ്. അതിനുശേഷം 3-ാം ദിവസം താൻ പറഞ്ഞതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത എത്ര പേര് അനുഭവിച്ചു, അറിഞ്ഞു എന്നുള്ളത് നമുക്കറിയാമല്ലോ. തൻ്റെ ശിഷ്യന്മാർക്ക് പോലും, അല്ലേ, കുറച്ച് ടൈം എടുത്തു ഇതൊന്ന് ബോധ്യപ്പെട്ടു വരുവാൻ. എന്നാൽ കർത്താവ് ക്രൂശയിൽ കിടക്കുമ്പോൾ തന്നെ തൻ്റെ അവസാന വാക്കുകൾ, അല്ലേ, സകലതും നിവർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാണ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. സോ ആ ഒരു സെൻസ് ദാറ്റ് യെസ്, ഐ ഹാവ് ഓവർകം, അനേക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈ ഭൂമിയിൽ ഫേസ് ചെയ്യേണ്ടി വന്നാലും, അല്ലേ, ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിന് അതിനെയെല്ലാം അതിജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം അവസാനം വരെ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നുള്ളത് ഒരു സത്യമാണ്. നാം പരാജയപ്പെട്ടു പോകേണ്ടതായിട്ടില്ല, നാം പിന്മാറിപ്പോകേണ്ടതായിട്ടില്ല, നാം പാപത്തിന് അടിമപ്പെട്ടു പോകേണ്ടതായിട്ടില്ല. ദൈവം നമ്മെക്കുറിച്ച് പദ്ധതി വച്ചിരിക്കുന്ന ആ സകല കാര്യങ്ങളിലേക്കും ഒരു ജയാളിയായി പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും. അതിലേക്കാണ് നമ്മുടെ ഫോക്കസ്. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല ഇന്നൊന്ന് ടച്ച് ചെയ്തു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇൻ ദ ബുക്ക് ഓഫ് 1 തെസ്സലോനിയൻസ്, 1 തെസ്സലോനിക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിലാണ് ഒരു ക്ലിയർ റെഫറൻസ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ 3 ഘടകമാണ്, അല്ലേ, ദേഹം, ദേഹി, ആത്മാവ് എന്നുള്ള 3 യൂണിറ്റ് ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ ആയിത്തീരുന്നത്. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ആത്മാവാണ് എന്ന് വേണം നാം നമ്മളെക്കുറിച്ച് തന്നെ പറയാൻ. നാം ഒരു ശരീരത്തിൽ വസിക്കുന്നു എങ്കിലും നാം ഒരു ആത്മാവാണ്. അപ്പോൾ ഈ നമ്മുടെ ആത്മാവാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ ജീവൻ പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്മാവുമായി ആ കൂട്ടായ്മയിലായിത്തീരുന്നത്. അവിടേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ നാം അനുഭവിച്ച് തുടങ്ങുന്നത്, അല്ലേ? അവിടേക്കാണ് നിത്യജീവൻ്റെ അനുഭവങ്ങൾ അത് ഉത്ഭവിച്ചു വരുന്നത്. എന്നാൽ അത് നമ്മുടെ ദേഹി അല്ലെങ്കിൽ മനസ്സ് വഴി, അല്ലേ, രൂപാന്തരപ്പെട്ട മനസ്സ് വഴിയാണ് ശരീരത്തിലേക്കും നമ്മുടെ ബാഹ്യമായ ജീവിത അനുഭവങ്ങളിലേക്കും അതിന് ഒഴുകി വരുവാൻ കഴിയുന്നത് എന്നൊരു സത്യം നാം മറന്നു പോകരുത്.
നമ്മുടെ ആത്മാവിൽ ഈ ജീവൻ നാം അനുഭവിക്കുന്നു എങ്കിലും നമ്മുടെ മനസ്സ്, നമ്മുടെ ദേഹി അല്ലെ നമ്മുടെ സോൾ, സ്വയം എന്ന് പറയുന്ന ആ ഭാഗമാണ് പലപ്പോഴും ഇത് വലിയൊരു തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ വിളി താൻ നൽകിയപ്പോൾ എന്താണ് കർത്താവ് അവിടെ പറഞ്ഞത്? നിങ്ങൾ സാത്താനെ എതിർക്കണം, അങ്ങനെ എൻ്റെ പിന്നാലെ വരണം എന്നല്ല യേശു പറഞ്ഞത്, അല്ലേ? നിങ്ങൾ ലോകത്തെ ജയിക്കണം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ചിലതെല്ലാം നേടിയെടുത്തിട്ട് വേണം എൻ്റെ പിന്നാലെ വരാൻ. നിങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമല്ല. കർത്താവിൻ്റെ വിളി വളരെ സിമ്പിളായിരുന്നു. എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കണം. എന്തുകൊണ്ടാണ് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്നെ തന്നെ ത്യജിക്കണമെന്നോ, ഞാൻ ക്രൂശെടുക്കണമെന്നോ? ക്രൂശിൻ്റെ അനുഭവം കഴിഞ്ഞതല്ലേ, യേശു ക്രൂശിൽ മരിച്ചതല്ലേ എനിക്ക് വേണ്ടി. ഇനിയും ഏത് ക്രൂശിനെ കുറിച്ചാണ് ഇവിടെ കർത്താവ് സംസാരിക്കുന്നത്? വിച്ച് ഈസ് ദിസ് ക്രോസ്? വൈ ഷുഡ് ഐ ഡിനൈ മൈസെൽഫ്? ഇതിനകത്തുനിന്നാണ് നമ്മൾ ഈ വലിയൊരു ദേഹി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആ ഘടകം, അത് നാം ഗ്രഹിക്കണം, അത് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് നാം അതിനെ കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആത്മാവിൽ ലഭിച്ച നിത്യജീവൻ്റെ അനുഭവം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബാഹ്യമായ ജീവിത അനുഭവങ്ങളിലേക്ക് അത് കടന്നു വരുവാൻ ഇടയാകത്തുള്ളൂ. ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ഒരു ഭാഗം, അതിനകത്ത് മൈൻഡ്, വിൽ ആൻഡ് ഇമോഷൻസ്, മനസ്സ്, ഇച്ഛാശക്തി, വികാരം എന്ന് പറയുന്ന 3 ഘടകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആ ഒരു യൂണിറ്റാണ് നമ്മുടെ ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ തത്സമയം അപ്പോൾ തന്നെ, റൈറ്റ് ദെൻ ആൻഡ് ദെയർ, അല്ലേ, ഇൻ ദ ബ്ലിങ്കിങ് ഓഫ് ആൻ ഐ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ നാം ജീവൻ പ്രാപിക്കുകയാണ്. അതൊരു ലോങ് സ്ലോ പ്രോസസ്സ് അല്ല, ഒരിക്കലുമല്ല. ഒരുവൻ രക്ഷിക്കപ്പെടുന്ന ആ നിമിഷത്തിൽ തന്നെ അവൻ്റെ ആത്മാവിൽ അവൻ മരിച്ച അവസ്ഥയിലായിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ അനുഭവത്തിൽ നിന്നും അവൻ പെട്ടെന്ന് രൂപാന്തരം പ്രാപിച്ച് അവന് ജീവൻ ലഭിക്കുക, അവന് ദൈവത്തോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ കപ്പാസിറ്റി അവൻ്റെ ഉള്ളിൽ ഉളവായി വരികയാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിലേക്ക് വസിക്കുവാനായിട്ട് കടന്നു വരികയാണ്. എന്നാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന സമയത്തും അവൻ്റെ മനസ്സ് അത് പഴയതാണ്. അതിനകത്ത് ഒരു എൻലൈറ്റനിങ് വരും, അല്ലേ, ഒരു പ്രകാശനം, ജനറലായിട്ടുള്ള ഒരു പ്രകാശനം നമുക്ക് ലഭിക്കും. നമ്മുടെ മനസാക്ഷിയിലൊരു മൂർച്ച ലഭിക്കും, പാപബോധം നമുക്കുണ്ടാകും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ മനസ്സ് പഴയതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 18ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നതെങ്കിൽ ആ 18 വർഷം വരെ എനിക്കുണ്ടായ ജീവിത അനുഭവങ്ങൾ, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ, എൻ്റെ കൺസെപ്റ്റുകൾ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, എൻ്റെ സംസ്കാരത്തിൽ നിന്ന് പഠിച്ചത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, എൻ്റെ കൂട്ടുകാരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ഞാൻ ചില ധാരണകൾ എൻ്റെ ഉള്ളിൽ, ചില സങ്കല്പങ്ങളൊക്കെ എൻ്റെ മനസ്സിനകത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ സങ്കല്പങ്ങളും എൻ്റെ വിചാരങ്ങളും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഒന്നും തന്നെ ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണമെന്നില്ല. അത് ഓരോ വ്യക്തികൾക്കും ഡിഫറൻ്റാണ്. അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചർ, ഫാമിലി, അവരുടെ എക്സ്പീരിയൻസസ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ സങ്കല്പങ്ങളെ സൃഷ്ടിക്കുന്നത്. ഈ 18ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, എൻ്റെ ആത്മാവിൽ നിത്യജീവൻ്റെ അനുഭവം ആരംഭിക്കുന്നു. എന്നാലും മനസ്സ് പഴയതാണ്. അതുകൊണ്ട് തന്നെയാണ് റോമാലേഖനം 12ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഹെവി ഡോക്ട്രിൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണല്ലോ റോമാലേഖനം. ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം 12ാം അധ്യായത്തിലേക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികളോട് പറയുന്നത് എന്താണ്, അല്ലേ?
ഐ ബിസീച്ച് യു ബൈ ദ മെഴ്സീസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കണം. അതിനുശേഷം താഴോട്ട് പറയുന്നത്, ഈ ലോകത്തോട് അനുരൂപർ ആകരുത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ തിങ്കിങ് പാറ്റേൺസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ലോകം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ അനുവാദമില്ല. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ദിസ് ഈസ് ആൻ അപ്സൈഡ് ഡൗൺ കിങ്ഡം. നമ്മൾ ചില കാര്യങ്ങളുടെ ഡീറ്റെയിലുകളിൽ ചില എപ്പിസോഡുകളിൽ നമുക്കത് എടുക്കണം. ലോകം ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ. സാധാരണ മനുഷ്യരുടെ സംസാരങ്ങൾ, അവരുടെ കൺസെപ്റ്റുകൾ, അണ്ടർസ്റ്റാൻഡിങ്, അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റായിട്ടായിരിക്കും ദൈവം അതിനെ പലപ്പോഴും കാണുന്നത്, അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗിരിപ്രഭാഷണത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സ്, കർത്താവ് നമുക്കുണ്ടായിരിക്കേണ്ട ചില നല്ല മനോഭാവങ്ങളെക്കുറിച്ച് അവിടെ പഠിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒന്നാമത് പഠിപ്പിച്ച ഒരു കാര്യമാണ്, ആത്മാവിൽ ദാരിദ്ര്യമുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, സ്വർഗരാജ്യം അവനുള്ളതെന്ന്. ഒരു ദരിദ്രൻ, അതും ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നവൻ, അവൻ എങ്ങനെ ഭാഗ്യവാനാകും? നമ്മൾ ആത്മാവിൽ സമ്പന്നനായാലല്ലേ പറ്റൂ. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പലതും ചെയ്യണ്ടേ? ദൈവത്തിനെ ആക്കിയെടുക്കാൻ നമ്മൾ പലതും ചെയ്യണ്ടേ? ഒരു റിലീജിയസ് വേയിൽ നമ്മൾ അതാണ് പഠിച്ചിരിക്കുന്നത്. നമ്മളാൽ കഴിയുന്ന എല്ലാ നന്മപ്രവൃത്തികളും നമ്മൾ ചെയ്ത് ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കണം. അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ്. നീ ഒരു സീറോ ആയിത്തീരുമ്പോൾ, നിൻ്റെ പാപത്തെ നീ ഏറ്റു പറയുമ്പോൾ, ദൈവമേ എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവേ ഞാനൊരു ദരിദ്രനാണ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ് ദൈവത്തിനത് ഹോമയാഗങ്ങളെക്കാൾ, ഹനനയാഗങ്ങളെക്കാളൊക്കെ ഏറ്റവും ആക്സെപ്റ്റബിളാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമാണ്. ദൈവം അതിനെ ഒരിക്കലും നിരസിക്കത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സോ ഇതൊരു വേൾഡ്, ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ലോകത്തിൻ്റെ തിങ്കിങ്ങിനകത്തുനിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ് ദൈവത്തിൻ്റെ തിങ്കിങ്, അല്ലേ? അതിലേക്ക് നമ്മുടെ മനസ്സുകൾ വളരണം. അപ്പോൾ ഈ ലോകത്തോട് അനുരൂപരാകരുത്. മാത്രമല്ല, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ദൈവവചനത്തിൻ്റെ ഒരു ഭാഗമാണ്. റാഡിക്കലായിട്ട് എൻ്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്ത ഒരു റെവലേഷനായിരുന്നു ഇത്. നമ്മുടെ ചാനലിൽ തന്നെ ഹൗ ടു നോ ഗോഡ്സ് വിൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്. അതിനകത്ത് ഈ ഒരു കാര്യത്തെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം ദൈവത്തിൻ്റെ ഹിതം ചെയ്യണം, ദൈവമേ നിൻ്റെ ഹിതം ചെയ്യണം, ദൈവമേ നിൻ്റെ ഹിതം ചെയ്യണം എന്ന് നമ്മൾ പറയുമെങ്കിലും അത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിലൂടെയാണ് ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളായി മാറണം. മനസ്സ് പുതുക്കണം. 18-ാമത്തെ വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടാൽ ആ 18 വർഷം ഞാൻ ചിന്തിച്ച് കൂട്ടിയ എൻ്റെ കൺസെപ്റ്റുകൾ ദൈവവചനപ്രകാരം ശരിയാണോ അല്ലയോ എന്ന് തുലനം ചെയ്ത് നോക്കണം. ഏത് ജീവിത സാഹചര്യത്തിൻ്റെ മുൻപിൽ, ഏത് വിഷയങ്ങളുടെ മുൻപിലും കർത്താവേ അങ്ങാണ് ഈ സ്ഥാനത്തെങ്കിൽ അങ്ങിതിനെ എങ്ങനെ ചിന്തിക്കും? വാട്ട് വിൽ ബി യുവർ തോട്ട്സ് ഓ ഗോഡ് എന്ന് പറഞ്ഞ് റിഫ്ലെക്സ് ആയിട്ട്, അല്ലേ, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ട്രെയിനിങ് വേണം. ഒരു ദുഃഖമെങ്കിൽ ദുഃഖം, കരയുന്നെങ്കിൽ കരയുന്നു, ദേഷ്യം വരുന്നെങ്കിൽ ദേഷ്യം വരുന്നു, അല്ലേ, നിരാശയാണെങ്കിൽ നിരാശ എന്ന് പറഞ്ഞ് ഇരിക്കാൻ നമുക്ക് അവകാശമില്ല. ഒരാളോട് നമുക്ക് ദേഷ്യം വരിക, അപ്പോൾ നമ്മളങ്ങ് ദേഷ്യപ്പെടും. എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി ഞാൻ പ്രതികരിക്കും. ഇതെല്ലാം ഒരു മാനുഷിക രീതികളാണ്, അല്ലേ? നമ്മൾ ചിലരെ എനിക്കിഷ്ടമല്ല, അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് മാറ്റിക്കളയണം. അങ്ങനെയല്ല. ദൈവമാണെങ്കിൽ അതെങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്? ദൈവത്തിന് ഈ വിഷയത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതുപോലെ എൻ്റെ ചിന്തകൾ മാറണം.
എൻ്റെ മനസ്സ് അതുപോലെ മാറണം അല്ലേ? യേശുവിലുള്ള അതേ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ലേഖനങ്ങളിൽ അനേക പ്രാവശ്യം നമ്മളെ പഠിപ്പിക്കാനിടയായി. ഇത് ഞാനിന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകുന്നു എങ്കിലും ഞാൻ പറയട്ടെ, ഇതൊരു പവർഫുൾ റെവലേഷനാണ്. ദൈവത്തിൻ്റെ ആ ഓവർകമ്മിങ് ലൈഫ് അല്ലേ, ആ ജയജീവിതം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസണായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണിത്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നാം വില്ലിങ്ങാണോ അല്ലേ? തന്നെത്താൻ ത്യജിക്കാൻ, അതായത് നമ്മുടെ സ്വയം ഞാൻ ഈ എൻ്റെ ഐഡിയാസ്, എൻ്റെ കൺസെപ്റ്റ്, ഞാനിങ്ങനെ ചിന്തിക്കും, ഞാനിങ്ങനെ ചെയ്യൂ, എനിക്കിത് മതി എന്ന് പറഞ്ഞ് നാം നിൽക്കുന്ന ആ മേഖലകൾക്കകത്തു നിന്നൊക്കെ ക്രൂശെടുക്ക് എന്ന് എന്തിനാ യേശു പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു. ഇനിയും അതിനു വേണ്ടിയുള്ളൊരു ക്രൂശല്ലിത്. എൻ്റെ സ്വയത്തെ എന്നും ക്രൂശിക്കാനുള്ള ആ കുരിശാണത്. എൻ്റെ ഇഷ്ടമല്ല ദൈവമേ, എൻ്റെ വിചാരങ്ങളല്ല അങ്ങയുടെ വിചാരങ്ങൾ. അങ്ങനൊരു മരണം നമുക്കെന്നുമുണ്ട്. എന്നും മരിക്കുന്നവരായിരിക്കണം നാം അല്ലേ? അപ്പോസ്തലൻ അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആ മരണം ഞങ്ങളത് വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുവാനിടയായി തീർന്നത്. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ അടിസ്ഥാനപരമായ ഒരു വിഷയമാണിത്. ഇതിന് നാം റെഡിയാണോ? നമ്മൾ പലപ്പോഴും വളരെ ചുരുങ്ങിയാണ് ചിന്തിക്കുന്നത്. ഞാൻ യേശുവിനെ സ്വീകരിച്ചു അല്ലേ, ഇനിയിപ്പോൾ യേശുവിൻ്റെ ജോലിയാണ് എന്നെ സന്തോഷിപ്പിക്കുക, എനിക്ക് സമാധാനം തരിക, എനിക്ക് സന്തോഷം തരിക, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, ഞാൻ യേശുവിനെ സ്വീകരിച്ചല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ ദൈവത്തിന് അങ്ങോട്ടൊരു ഫേവർ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാണ് നമ്മളിരിക്കുന്നത്. ബട്ട് ദിസ് ഇസ് മച്ച് 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 മോർ. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് കൈപൊക്കി സ്വീകരിക്കുന്ന ഒരു കാര്യമല്ലിത്. നമ്മുടെ ജീവിതം പൂർണ്ണമായി രാജാതിരാജാവും കർത്താവുമായിരിക്കുന്ന ഈ യേശുവിന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ജീവിതമാണിത്. പ്രൈസ് ഗോഡ്. എന്നും നമ്മളെ തന്നെ ത്യജിക്കാൻ, എൻ്റെ വിചാരങ്ങൾ വേണ്ട, ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വചനം എന്താണ് ദൈവം പറയുന്നത്? എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ പോലെയല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെയുമല്ല. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അത്രയ്ക്ക് ഡിഫറൻസാണ് ഒരു മാനുഷിക ചിന്തകളും ദൈവിക ചിന്തകളും. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പെർസ്യൂട്ടായിരിക്കണം. നമ്മളിത് മനസ്സിലാക്കണം. ആരെയും നമ്മൾ പഴിചാരരുത്. അവർ കാരണം ഞാനിങ്ങനെയായി, അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ കാരണം, ഇന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാനിങ്ങനെയായി. നോ, ദൈവത്തിൻ്റെ ആ വലിയ വിസ്ഡത്തിൽ, ജ്ഞാനത്തിൽ ദൈവം നമ്മളെ ചില സ്ഥലങ്ങളിൽ, ചില കുടുംബങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ അല്ലേ നമ്മെ ജനിപ്പിക്കുമാറാക്കി. യേശു എവിടെയാണ് ജനിച്ചത്? യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നു അല്ലേ? അതൊന്നും നമുക്കൊരു ലിമിറ്റേഷനല്ല, ഒരിക്കലുമല്ല. ഞാൻ ഇന്നിപ്പോൾ പറയുമ്പോൾ നമ്മൾ സാധാരണ ലോകപ്രകാരമുള്ള ഒരു മോട്ടിവേഷൻ എന്നൊരു രീതിയിലല്ല ഞാൻ പറയുന്നത്. we should get the big picture. God has a plan for your life. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തു വരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ദൈവം നമ്മളെ വെച്ചത്. നമ്മൾ ദൈവത്തെ തേടി പോയിട്ടല്ല, ദൈവം നമ്മെ തേടി വന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ തേടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനുശേഷം അല്ലേ നമ്മൾ എത്രമാത്രം ഈ കർത്താവിനോട് ചേർന്ന് നടക്കുന്നു, എത്രമാത്രം ഏൽപ്പിച്ചു കൊടുക്കുന്നു. യെസ് ലോർഡ്, യെസ് ലോർഡ്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അതിൻ്റെ കൂടെ തന്നെ ചേർന്ന് പറയണം, എൻ്റെ ചിന്തകളല്ല, എൻ്റെ വഴികളല്ല ദൈവമേ, അങ്ങയുടെ ചിന്തകൾ എൻ്റെ ചിന്തയായി മാറട്ടെ. ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായപ്പോൾ എനിക്ക് ആരോ ഒരു വലിയ ഒരു താക്കോൽ എൻ്റെ കയ്യിൽ തന്നതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അടഞ്ഞു കിടക്കുന്ന ഒരു കതവ്, അതിനപ്പുറം കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ ആ വാതിൽ തുറക്കാൻ ഒരു താക്കോല് നമ്മുടെ കയ്യിൽ കിട്ടിയാലോ? ലിറ്ററലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ചില സിറ്റുവേഷനിലൊക്കെ വന്ന് നമ്മൾ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാനാ? സാഹചര്യങ്ങളെ മാറ്റാൻ നമുക്കൊരു കഴിവില്ലാത്ത പോലെ തോന്നുന്നു, അല്ലേ? നമ്മളങ്ങ് ക്ഷീണിച്ചു പോകുന്നു, മറ്റുള്ളവർ സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചിലത് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. വലിയ ഇമ്പോസിബിലിറ്റീസ് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും, അല്ലേ? പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് എൻ്റെ മാനുഷിക ചിന്തകളിൽ പോയി ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല. ദൈവമേ, അങ്ങ് ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? യുവർ വേർഡ് ഈസ് ദ ഫൈനൽ വേർഡ് ഫോർ മീ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് പൊസിഷൻ ചെയ്യുമ്പോൾ സാധ്യതകളുടെ വലിയ കലവറകൾ നമ്മുടെ മുൻപിൽ അവിടെ തുറന്നു വരികയാണ്. ദൈവത്തിൻ്റെ ജീവൻ തടസ്സപ്പെട്ട് കിടക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ ജീവൻ ഒരു നദി ഗഷ് ഔട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്നും ഗഷ് ഔട്ട് ചെയ്ത്, അല്ലേ, നമ്മളെ പരിശുദ്ധാത്മാവ് പുതിയ തലങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. പ്രൈസ് ഗോഡ്. സോ അവർ മൈൻഡ് ക്യാൻ ബി എ ബിഗ് ബ്ലോക്കിംഗ് ഫാക്ടർ ഫോർ ദ ലൈഫ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജീവനെ ഒഴുകാൻ അനുവദിക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തടവറയ്ക്കകത്ത്, ഒരു പ്രിസണിനകത്തിട്ട് പൂട്ടി അടച്ചു വെച്ചിരിക്കുന്നത് പോലെ ഈ നിത്യജീവൻ്റെ അനുഭവം പ്രകടമാകാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള വലിയൊരു കൾപ്രിറ്റാണ് നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ മനസ്സ്. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഉദാഹരണം സഹിതം ജീവിത സാഹചര്യങ്ങളിൽ ഇതെങ്ങനെയാണ് വെളിപ്പെടുന്നത്, ഇതെല്ലാം പറയണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. എന്തിനാണ് നമ്മളിതെല്ലാം ചിന്തിക്കുന്നത്? നാം ജയാളികളായിത്തീരണം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ആണ്. ദൈവം നിങ്ങളെ ധാരാളമായി സ്നേഹിക്കുന്നു, നിങ്ങളെയും എന്നെയും. നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. ഒരു പിതാവിന് തൻ്റെ മക്കളോട് സ്നേഹം തോന്നുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ ഹൃദയം നമ്മളോട്. നാം അനുഗ്രഹിക്കപ്പെടണം, നാം അഭിവൃദ്ധി പ്രാപിക്കണം, നാം ഒരിക്കലും തോറ്റുപോകരുത്, നാം ജയിക്കണം, നാം മുന്നേറണം, അല്ലേ? ഇതെല്ലാം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. ഒരുമിച്ച് ഈ ഒരു ജയജീവിതത്തിലേക്ക് ഈ നാളുകളിൽ നമുക്ക് മുന്നേറാം. ഗോഡ് ബ്ലെസ് യു ഓൾ.